എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. കൊറോണയും കയ്യാങ്കളിയും കഴിഞ്ഞ് എന്തായാലും നമ്മൾ 2020 അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ക്രിസ്മസ് എത്തിയ സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെന്തായാലും നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷ്വൽ ട്രീറ്റുമായി ഞങ്ങൾ 5 യൂട്യൂബർ ഫ്രണ്ട്സ് ഒരു വെർച്വൽ ക്രിസ്മസ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അധികം ഞാൻ നിങ്ങളെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വിഷ്വൽസിലേക്ക് കടക്കാം. ഉള്ളി 3 റഫ്ലി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 4-5 അല്ലി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കാശ്മീരി മുളക് അല്ലെങ്കിൽ പിരിയ മുളക് നിങ്ങൾക്ക് കുറച്ച് 8-10 നിങ്ങളുടെ എരിക്കനുസരിച്ച്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് മിക്സ് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് വേവിച്ച ശേഷം ഇതിനെ ഒന്ന് കൂളാക്കാൻ വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് അതേ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഈ പേസ്റ്റിനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മസാലയ്ക്കകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞ ശേഷം നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിലേക്കും പൊട്ടറ്റോയിലേക്കും ഈ മസാല നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു സമയത്ത് ഞാൻ ഒരു ചെറിയ കടായി എടുത്ത് നമ്മുടെ കറിവേപ്പില താളിച്ച് വറ്റൽ മുളക് പൊട്ടിച്ച് ഈ നമ്മുടെ ചിക്കൻ മിക്സിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. നല്ലൊരു ഫ്ലേവറാണ് അത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് കവർ ചെയ്ത് ആ ഫ്ലേവറും കൂടെ ഒന്ന് നന്നായിട്ട് ഇറങ്ങിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൂരി, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നൊരു സാധനമാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. അപ്പൊ ക്രിസ്മസിന് ഒരു ഡിഷ് ആയി. അപ്പൊ ഇനി അടുത്ത ആളുടെ കാണാം. ഹലോ, ഹലോ ഫ്രണ്ട്സ്, മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ പേർക്കും സുഖമാണ്. എല്ലാവരും സേഫായി പ്രാവശ്യവും ഹാപ്പി ന്യൂ ഇയറും ക്രിസ്മസും ആഘോഷിക്കാൻ തുടങ്ങാൻ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ സുചിത്ര, കഥയും വിശ്വാസം, പിന്നെ ശ്രീസ് കോർണർ 2 ചാനലുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു ക്രിസ്മസിൻ്റെ ഒരു ന്യൂ ഇയർ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കായിട്ടാണ് ഞാൻ കഥ പറയാനായിട്ടാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യ പുരുഷനാണ്, അതായത് ഒരു ഇതിഹാസ പുരുഷനാണ് സെന്റ് നിക്കോളാസ്, ഫാദർ ക്രിസ്മസ്, ക്രിസ്മസ് അങ്കിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സാന്താക്ലോസിനെ കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയല്ല. കുട്ടികൾക്കൊക്കെ പ്രിയങ്കരനാണ് അദ്ദേഹം. ക്രിസ്മസും അതുപോലെ തന്നെ ക്രിസ്മസ് അതായത് ഡിസംബർ 24 അർദ്ധരാത്രിയോടടുത്ത സമയത്തും വിശുദ്ധ നിക്കോളാസ് ദിനത്തിൽ അതായത് ഡിസംബർ 6 ഇദ്ദേഹം കുട്ടികൾക്കായി സമ്മാനങ്ങളുമായി എത്തും എന്നാണ് വിശ്വാസം. ഒരു ഇതിഹാസം പറയുന്നത് ഫാദർ സാന്താക്ലോസ് അങ്ങ് പിന്നെ ദൂരെ വടക്ക് എപ്പോഴും മഞ്ഞ് വീഴുന്ന ഒരു ദേശത്താണ് താമസിക്കുന്നത്. അമേരിക്കൻ സാന്താക്ലോസിന്റെ താമസം ഉത്തര ധ്രുവത്തിലും ഫാദർ ക്രിസ്മസിൻ്റെത് ഫിൻലാൻഡിലെ ലാപ്ലാൻഡിലുമാണ് എന്നാണ് വിശ്വാസം. ഇദ്ദേഹം ലോകത്തിലെ എല്ലാ കുട്ടികളെയും വികൃതി കുട്ടികൾ, നല്ല കുട്ടികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു. കൂടാതെ വികൃതി കുട്ടികൾക്ക് ചുള്ളിക്കമ്പുകളും കൽക്കരിയും തുടങ്ങിയവയാണ് സമ്മാനമായി നൽകുകയെന്നും നല്ല കുട്ടികൾക്ക് നല്ല നല്ല കളിപ്പാട്ടങ്ങളും മിഠായികളും ഒക്കെ നൽകും എന്നാണ് വിശ്വാസം. ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ മാന്ത്രിക എൽഫുകളുടെയും പിന്നെ തന്നെ വണ്ടി വലിക്കുന്ന 8-9 പറക്കും റെയിൻഡിയറുകളുടെയും സഹായത്തോടു കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ടോയ്സും മിഠായിയും അതുപോലെ വികൃതി കുട്ടികൾക്ക് ഈ ചുള്ളിക്കമ്പുകളും ഒക്കെ നൽകുന്നത് എന്നാണ് വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണമാണ്, ചെറിയൊരു കഥയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാരി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കിക്കോളൂ. എല്ലാവരും കൂടി
വരാൻ പോവല്ലേ. അപ്പം നമുക്കിന്ന് വട്ടയപ്പം തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുതിർത്ത് വെച്ച പച്ചരിയും തേങ്ങയും വേവിച്ച ചോറും ഈസ്റ്റും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. ഇനി തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ ഇതിൽ തേങ്ങ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പമാണ് വേവിച്ച ചോറും ഈസ്റ്റും കൂടിയിട്ട് അരയ്ക്കുന്നത്. അങ്ങനെ സംഭവം എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു 6-7 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവെല്ലാം പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പൊടിച്ച ജീരകവും ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ വട്ടയപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇവിടെ 3 വട്ടയപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഞാനിവിടെ പ്ലം കേക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്ക് ഇല്ലാതെ നമുക്ക് എന്തോന്ന് ക്രിസ്മസ്. വിഷ് യു ആൾ എ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് എൻ്റെ കുറച്ച് യൂട്യൂബർ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വെർച്വൽ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റാറാണ്. സോ സ്റ്റാർ മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഹോം മെയ്ഡ് ക്രിസ്മസ് സ്റ്റാർ എത്ര പെർഫെക്റ്റ് ആണ് കണ്ടോ, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ ക്രിസ്മസ് സ്റ്റാർ വീട്ടിലുണ്ടാക്കാം. ഓക്കെ, സോ മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. എൻ്റെ ഈ ക്യാപ്പ് എൻ്റെ അടുത്ത ഫ്രണ്ടിന്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വിർച്വൽ ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോസിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു ക്രിസ്മസ് ഫ്ലവർ റത്തിൻ്റെ വീഡിയോ ആണ്. അതൊരു പെയിൻറ്റിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്നാണ് നമ്മുടെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനലിൽ ഇടാം. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം.
നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് ഫ്ലവർ റത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ മാത്രമല്ല, ഇതുവരെ നിങ്ങൾ കണ്ട നമ്മുടെ ടീമിൻ്റെ എല്ലാവരുടെ വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൊളാബറേഷൻ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും മെരി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വരികയാണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.